നമ്മളെല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്നത് പുൽക്കൂടുകൾ കെട്ടിയും പുൽക്കൂടുകൾ റെഡിമെയ്ഡായിട്ട് മേടിച്ചുമാണല്ലോ. എന്നാൽ നിങ്ങൾക്കറിയാമോ, യേശു ജനിച്ചത് പുൽക്കൂട്ടിലല്ല, ഒരു ഗുഹയിലാണ് എന്നത്? അതെ, ചർച്ച് ഓഫ് ദ നാറ്റിവിറ്റിയിലേക്ക് നിങ്ങൾ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ കാണുന്നത് പുൽക്കൂട് അല്ല, അതായത് ഒരു ഗുഹയാണ് കാണുന്നത്. അതായത് വിശ്വാസപ്രകാരം ഇപ്രകാരം പറയുന്നു: രണ്ടാം ദേവാലയത്തിലേക്ക് ഉള്ള ആടുമാടുകളെ സൂക്ഷിച്ചിരുന്നത് ഈ ഗുഹയിലായിരുന്നു എന്നതാണ്. അതായത് ലോകത്തിൻ്റെ പാപം നീക്കാൻ വന്ന കുഞ്ഞാടായ യേശു ജനിച്ചതും ഇതേ ഗുഹയിൽ തന്നെയാണ് എന്നതാണ് വിശ്വാസം. ചർച്ച് ഓഫ് ദ നാറ്റിവിറ്റിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കണമെങ്കിൽ കുഞ്ഞിനെ അകത്ത് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. ഈ പള്ളിയുടെ വാതിൽ മനഃപൂർവ്വമാണ് ഇപ്രകാരം ചെറുതായിട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. എന്തെന്നാൽ ഒരു രാജാവിനെ പ്രജ കൊട്ടാരത്തിൽ കാണാൻ പോകുമ്പോൾ വളരെ വിനയത്തോടു കൂടിയാണ് അകത്ത് പ്രവേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇത് പണിഞ്ഞിരിക്കുന്നത്. 2 കാലഘട്ടങ്ങളിലായിട്ടാണ് ഈ പള്ളി സ്ഥാപിച്ചത്. ഈ ഗുഹയായിരുന്ന ഇതിനെ പള്ളിയാക്കിയത് 326 തൊട്ട് 339 AD വരെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് ഒന്നാമത് പണിഞ്ഞത്. AD 529 സമരിയൻ കലാപത്തിൽ ഈ ഒന്നാമത്തെ ദേവാലയം നശിപ്പിക്കപ്പെട്ടു. അതിനുശേഷം 6-ാം നൂറ്റാണ്ടിൽ ബൈസന്റിയൻ ചക്രവർത്തിയായ ജസ്റ്റീനിയന്റെ കാലഘട്ടത്തിൽ പുനർനിർമ്മിക്കപ്പെട്ടു. അതാണ് ഇന്ന് കാണുന്ന ദേവാലയം.